ബെറ്റർ ഹോംസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ബിജു. ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീട് സ്ഥിതി ചെയ്യുന്നത് പാല മുത്തോലി മെയിൻ ജംഗ്ഷനിൽ നിന്ന് ഏകദേശം 2.5 കിലോമീറ്റർ ദൂരത്തിലാണ് ഈ വീട്. നല്ലൊരു PWD റോഡ് സൈഡിൽ റെസിഡൻഷ്യൽ ഏരിയയിൽ 7 സെൻറ്റ് സ്ഥലവും 3 ബെഡ്റൂമുകളോട് കൂടി 1300 സ്ക്വയർ ഫീറ്റുള്ള ഒരു യൂസ്ഡ് ഹൗസിൻ്റെ ദൃശ്യങ്ങളാണ്. യൂസ്ഡ് ഹൗസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ ഏകദേശം ഒരു 6 മാസം മാത്രമേ ഈ വീട് ഉപയോഗിച്ചിട്ടുള്ളൂ. അത് വാടകയ്ക്ക് കൊടുത്തിരിക്കുന്നതായിട്ട് ഉപയോഗം മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞ പിന്നെ അത് അടച്ചിട്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഓണർ വിദേശത്താണ്. നേരത്തെ ഈ വീട് 40 ലക്ഷം രൂപ പറഞ്ഞുകൊണ്ടിരുന്നതാണ്. പക്ഷേ ഇപ്പോൾ അത്യാവശ്യമായിട്ട് കൊടുക്കേണ്ട ഇതിൽ 37 ലക്ഷം രൂപയ്ക്ക് ഈ വീട് കൊടുക്കാനായിട്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്തുള്ള ഫർണിഷ്ഡ് എല്ലാം കൂടി കൂട്ടിയാണ്. കോട്ടുണ്ട്, ഡൈനിങ് ടേബിളുണ്ട്, അങ്ങനെയുള്ള ടീപ്പോ അതുപോലുള്ള അത്യാവശ്യ ഫർണിച്ചർ എല്ലാം ഉള്ള ഒരു 3 ബെഡ്റൂമുകളോട് കൂടിയ ഈ വീടിന് സെല്ലർ ചോദിക്കുന്ന വില 37 ലക്ഷം രൂപ മാത്രമേ ഉള്ളൂ. അതിൻ്റെ അകത്തുനിന്ന് നമ്മൾക്ക് സ്ലൈറ്റ്ലി നെഗോഷ്യബിൾ ആണ്. 7.5 സെൻറ്റ് സ്ഥലമുണ്ട്. അതുപോലെ തന്നെ വാട്ടർ സോഴ്സ് എന്ന് പറയുന്ന കിണർ വെള്ളവും കുഴൽക്കിണറും ഉണ്ട്. PWD റോഡിൽ നിന്ന് നമ്മുടെ വീട്ടിലേക്കുള്ള വഴിയാണ്. PWD റോഡ് ഫ്രണ്ടേജ് ഇല്ലെന്നേ ഉള്ളൂ. ഏകദേശം 10-20 മീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ. നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയ ആണ്. അതുപോലെ തന്നെ സ്കൂള്, കോളേജ്, അതുപോലുള്ള എൻജിനീയറിംഗ് കോളേജ്, ഇതുപോലുള്ള സ്ഥാപനങ്ങളുടെ എല്ലാ വണ്ടി നമ്മുടെ ഈ വീടിൻ്റെ മുറ്റത്തൂടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ബ്രില്യൻറ്റ് സ്റ്റഡി സെൻറ്ററിലേക്കാണെന്ന് പറഞ്ഞാലും നമുക്ക് 2 കിലോമീറ്റർ താഴെ ദൂരം മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ബ്രില്യൻറ്റിൻ്റെയൊക്കെ അടുത്ത് വീട് വാങ്ങിച്ച് താമസിക്കാനായിട്ട് ഒരുപാട് ആൾക്കാർ ബ്രില്യൻറ്റിലൊക്കെ റെൻറ്റിന് താമസിക്കുന്ന ആൾക്കാർ അവരെ സ്വന്തമായിട്ടൊരു വീട് 1 വർഷത്തെ അല്ലെങ്കിൽ 2 വർഷത്തെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുമ്പോഴത്തേന് നല്ലൊരു തുക വാടകയാകും. അങ്ങനെയുള്ളവർക്ക് സ്വന്തമായിട്ട് ഈ വീട് വാങ്ങിക്കാനും പിന്നീട് അത് വേണമെന്നുണ്ടെങ്കിൽ റീസെയിലായിട്ട് കൊടുക്കാനും പറ്റുന്ന ഏരിയയിലാണ്. ആ കാണുന്ന ഫർണിച്ചർ എല്ലാം കൂടി കൂട്ടിയാണ് നമുക്കുള്ളത്. ഇത് ഒരു നമ്മൾ കയറി ചെല്ലുമ്പോൾ ഉള്ള ലിവിങ് ഹാളാണ്. ലിവിങ് ഹാളും അതുപോലെ തന്നെ 3 ബെഡ്റൂമും ഉണ്ട്. ഒരെണ്ണം അറ്റാച്ച്ഡ്, ഒരെണ്ണം കോമൺ. അങ്ങനെയാണ് ബാത്റൂമിൻ്റെ സ്റ്റേജ്. നല്ലവണ്ണം സ്റ്റോറേജും ഒക്കെ ഉണ്ട്. കിച്ചണിലാണെന്ന് പറഞ്ഞാലും സ്റ്റോറേജ് ഉണ്ട്. ഇത് ഒരു സൈഡിലായിട്ട് ഒരു വാഷ് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട്. 1300 സ്ക്വയർ ഫീറ്റാണ്. ഇത് ഒരു കോമൺ ടോയ്ലറ്റാണ്. 3 ബെഡ്റൂമുണ്ട്. പാലായായിട്ട് അടുത്താണ്. പാല ടൗണിൽ നിന്ന് നമുക്ക് പോകുവാണെങ്കിൽ ഏകദേശം 3 കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ ഈ വീട്ടിലെത്താനായിട്ട്. അതുപോലെ തന്നെ മുത്തോലി മെയിൻ കോട്ടയം പാല മുത്തോലി ജംഗ്ഷൻ്റെ അവിടെ നിന്ന് കൂട്ടിയാലും 2.5 കിലോമീറ്റർ കൊണ്ട് നമുക്ക് ഈ വീട്ടിലെത്താം. ഇതാണ് ഈ റൂമിൽ ഒരു കോട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. ഇവിടെ താമസം ഇല്ലാതെ കിടന്നാണ് അവരൊരു കല്യാണ ആവശ്യത്തിന് വേണ്ടി ഈ വീട് വാങ്ങിച്ചതാണ്. കല്യാണം കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേന് അവർ വിദേശത്തേക്ക് പോയി. ഇപ്പോൾ അവർ വിദേശത്താണ് താമസിക്കുന്നത്. അപ്പോൾ ഈ വീട് ഇങ്ങനെ വെറുതെ കിടക്കുന്നതിൻ്റെ പുറത്ത് നേരത്തെ ഇത് കൊടുക്കാനായിട്ട് 40 ലക്ഷം രൂപ ചോദിച്ച് കൊടുക്കാനായിട്ടിരുന്നായിരുന്നു. വീണ്ടും കച്ചവടം നടന്നില്ലാത്തതിൻ്റെ പുറത്ത് സെല്ലർ വീണ്ടും വില കുറച്ചിരിക്കുകയാണ്. 37 ലക്ഷം രൂപയ്ക്ക് കൊടുത്തേക്കാമെന്ന് പറഞ്ഞിരിക്കുകയാണ്. എന്നാലും അതിൻ്റെ അകത്തുനിന്ന് നമുക്ക് സ്ലൈറ്റ്ലി നെഗോഷ്യബിൾ പ്രതീക്ഷിക്കാം. അങ്ങനെയുള്ള നല്ലൊരു മനോഹരമായിട്ടുള്ള ഒരു റെസിഡൻഷ്യൽ ഏരിയ ആണ് ഇവിടെ. നമ്മുടെ വീടിന് ചുറ്റും നല്ല അയൽവക്കങ്ങളുണ്ട്. എല്ലാം നല്ല വലിയ വീടുകൾ വെച്ച് താമസിക്കുന്ന ആൾക്കാരാണ്. അതുപോലെ തന്നെ നമുക്ക് PWD റോഡാണ് തൊട്ടടുത്ത്. വെള്ളപ്പൊക്ക ഭീഷണി ലെവലേശമില്ല. ഒരിക്കലും വെള്ളപ്പൊക്കം ഉണ്ടാകുമെന്ന് ഈ പ്രദേശത്തേക്ക് വെള്ളപ്പൊക്കം ഉണ്ടായില്ല. ഇത് ഒരു ഫർണിഷ്ഡ് ഹൗസാണ്. നമ്മൾ ഈ കാണുന്ന കൂട്ടുകളെല്ലാം ചേർത്താണ്. ഇതിൻ്റെ അകത്ത് എന്തൊക്കെ ഫർണിച്ചർ ഐറ്റംസ് ഉണ്ടോ അതെല്ലാം ചേർത്താണ്, ഇൻക്ലൂഡിങ് ആണ് ഇതിൻ്റെ വില പറഞ്ഞിരിക്കുന്നത്. വില ഞാൻ ഒരിക്കൽ കൂടി പറയാം, 37 ലക്ഷം രൂപ മാത്രമേ ഉള്ളൂ. 7 സെൻറ്റ് സ്ഥലവും 1300 സ്ക്വയർ ഫീറ്റ് വീടും. ഏറ്റവും അടുത്ത് എന്ന് പറയുന്നത് നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനം ബ്രില്യൻറ്റ് സ്റ്റഡി സെൻറ്ററാണ്. ബ്രില്യൻറ്റിൽ പഠിക്കുന്നവർക്കാണ് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഇത്. അതുപോലെ തന്നെ മുത്തോലി ഭാഗത്ത് അല്ലെന്നുണ്ടെങ്കിൽ പാല ഭാഗത്ത്, പാല ടൗണിലേക്കെല്ലാം 3 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ. അപ്പോൾ പാല ഭാഗത്തേക്ക് വരാനും മുത്തോലി ഭാഗത്ത് ഒരു വീട് ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും നല്ല സൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഇതാണ്. അത്യാവശ്യം വലിപ്പമുള്ള ഒരു കിച്ചൻ്റെ ഭാഗങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കബോർഡ് വർക്കുകളെല്ലാം ചെയ്ത് അത്യാവശ്യം നല്ലവണ്ണം സ്റ്റോറേജ് ഉണ്ട്. നമ്മൾ ഈ വീട് എടുത്തു കഴിഞ്ഞാൽ ഒന്ന് പെയിൻ്റ് അടിക്കണം, അത്ര മാത്രമേ ഉള്ളൂ. കാരണം ഒരു 4-5
4 വർഷത്തെ പഴക്കമേ ഉള്ളൂ, താമസമില്ലാതെ കിടന്നിരിക്കുന്നതിൻ്റെ പുറത്ത് അങ്ങനെയുള്ള ഒരു പോരായ്മ മാത്രമേ ഉള്ളൂ. എന്നാലും വീടിൻ്റെ അകമൊന്നും അത്ര മുഷിഞ്ഞിട്ടില്ല. എന്നാലും നമ്മളൊരു പുതിയ വീടെടുത്ത് കഴിയുമ്പോൾ ഒരു പെയിൻറ്റിങ്ങിൻ്റെ അതുകൂടി ഒന്ന് കൂട്ടിയാൽ മതി. എന്നാലും ഈ വിലയ്ക്ക് ഇപ്പോഴത്തെ ഒരു ഇതിൽ ഈ വീട് കിട്ടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അത്യാവശ്യപ്പെട്ട് വിദേശത്തായതിൻ്റെ പുറത്ത് മാത്രം കൊടുക്കുന്നതാണ്. സെല്ലർ ഇപ്പോഴും വിദേശത്താണ്. കച്ചവടമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അഡ്വാൻസോ ടോക്കണോ ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവരുടൻ തന്നെ ഇവിടെ എത്തുന്നതായിരിക്കും. അതിനെപ്പറ്റി ഈ വീടിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്കറിയാനോ കാണാനോ ആയിട്ട് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. താഴെ കാണുന്ന നമ്പറിൽ 8156873501. ഇതാണ് നല്ല വലിപ്പമുള്ളൊരു കിച്ചനാണ്. നല്ല റെസിഡൻഷ്യൽ ഏരിയ ആണ്. നമുക്ക് അയൽവക്കങ്ങളൊക്കെ ഉണ്ട്, എന്നാൽ മുട്ടിയുള്ള അയൽവക്കം ഇല്ല. ഇനി സ്ഥലം കൂടുതൽ വേണ്ടിയവർക്ക് നമുക്ക് വിത്ത് ജോയിൻറ്റ് ചെയ്ത് ഇതിനോട് തന്നെ ചേർന്ന് കിടക്കുന്ന 5-10 സെൻറ്റ് സ്ഥലം വേണമെങ്കിൽ നമുക്ക് കിട്ടുന്നതാണ്. അതിന് എക്സ്ട്രാ പൈസ കൊടുത്താൽ മതി. നല്ലൊരു മുത്തോലി ഭാഗത്ത് നല്ലൊരു വീട് ആഗ്രഹിക്കുന്ന ഒരു കൊച്ചു മനോഹര വീട് ഏവർക്കും സുഖമുണ്ടായിരിക്കും.